ഇനിയൊന്നുള്ളത് സമ്പത്തിന്റെ പുരോഗതിയാണ്. സമ്പത്ത് പുരോഗതി ഉണ്ടാവാൻ ആകെ ഒരു കാര്യം ചെയ്താൽ മതി എന്നാണ്. ഏത് നാട്ടിലും ആ നാട്ടിലെ ആളുകൾക്ക് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ ഒരു കാര്യം ചെയ്താൽ മതിയാകുമെന്നാണ്. ദാനം ശീലമാക്കിയാൽ സമ്പത്തിന് പുരോഗതി ഉണ്ടാവുന്നതാണ്. ദാനം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട, മനസ്സുണ്ടായാൽ മതി എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ദാനം കൊടുത്ത ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകാൻ വേണ്ടി വഅദറിയുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാ എന്നാ പറഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 100 ഒട്ടകം അവൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും കൊടുക്കാൻ മാത്രം പൈസ ഉണ്ടാവാന് മൂപ്പര വാപ്പാക്ക് പുതിയ ഹൈവേന്റെ വക്കത്ത് സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ടല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറാണ്, അൻസാരിയല്ല, മക്കക്കാരനല്ല, മദീനക്കാരനല്ല. മക്കത്തുനിന്ന് ഉള്ള മുതല് മുഴുവൻ മക്കത്തിട്ടിട്ട് 2 കൈയും വീശിയിട്ട് മദീനത്തേക്ക് വന്ന ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പിന്നെ എന്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ സ്വതക്ക കൊടുക്കാൻ മാത്രം ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് 2 ഉത്തരമുണ്ട്. ഒരു ഉത്തരം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അഫ്ഫാൻ എന്ന് പറയുന്ന ആൾ വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഉത്തരം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാനുള്ള മനസ്സുണ്ടായതിനാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി എന്നുള്ളതാണ്. കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. അതിനൊന്നും ഇപ്പോൾ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ പൈസ ഉണ്ടാവില്ല എന്നാ. കൊടുക്കാനായിട്ട് കുറച്ച് പൈസ ആകാശത്ത് നിന്ന് നൂലുമണ്ട് ഇറങ്ങി വരുമൊന്നുമില്ല. തീരുമാനം വന്നാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടാകുക ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ദാനം ശീലമാക്കിയവർക്കാണ് സമ്പത്തിൽ വർധനവ് ഉണ്ടാകുക എന്ന് ഖിദർ നബി അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്തിട്ട് ഖിദർ നബി അലൈഹിസ്സലാം മതില് നന്നാക്കി കൊടുത്തതിനെ മൂസ നബി അലൈഹിസ്സലാം ചോദ്യം ചെയ്തപ്പോ ഖിദർ നബിയോട് മൂസാ നബിയോട് ഖിദർ നബി പറയുന്നുണ്ട്, ഈ മതിൽ സാധാരണ മതിലല്ല, ഈ മതിൽ അങ്ങാടിയിൽ താമസിക്കുന്ന 2 യതീം കുട്ടികളുടെ മതിലാണ്. അതിന്റെ താഴെ അവരുടെ സമ്പത്തുണ്ട്. വക്കാന അബൂഹുമാ സ്വാലിഹ, ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്നതായിട്ട് കാണും. ആ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ 7ാമത്തെ വല്ലിപ്പ കൈയഴിഞ്ഞ് സ്വതക്ക് കൊടുത്തിരുന്ന ആളായിരുന്നു എന്നതാണത്രേ ഖിദർ നബി അലൈഹിസ്സലാം ആ മതിൽ നന്നാക്കി കൊടുക്കാൻ കാരണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ആശയം എന്താ വെച്ചാല്, പള്ളിക്ക് എല്ലാ വെള്ളിയാഴ്ചയും പിരിവാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പിരിവാണ്. ചിലർ തരും, ചിലർ തരൂല. തരുന്നവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും, തരാത്തോൻ കീപ്പട്ട് പോയിക്കൊണ്ടിരിക്കും. മുഅ്മിനും മുസ്ലിമുമായ ആൾക്ക് ഹലാലും ത്വയ്യിബുമായ മാർഗത്തിൽ സമ്പത്തുണ്ടാകാനുള്ള എളുപ്പവഴി ദാനം കൊടുക്കുക, സ്വതക്ക കൊടുക്കുക എന്നതാണ്. ഇത് മക്കളെയും പഠിപ്പിക്കണം, ദാനശീലം മക്കളെയും പഠിപ്പിക്കണമെന്നാണ്. എങ്കിൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടും. ഏത് നാട്ടിൽ പിരിവ് വിജയിക്കുന്നുണ്ടോ ആ നാട്ടിൽ എല്ലാവരും പൈസക്കാരായിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ പിരിവ് വിജയിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ ആളുകൾ സമ്പന്നന്മാരായി മാറും. കാരണം സമ്പത്തിന്റെ പരിപാലനം എന്ന് പറയുന്നത് ദാനശീലത്തിൽ അടിസ്ഥാനപ്പെട്ട് കിടക്കുകയാണ്. ഇനിയുള്ളത് ബുദ്ധിയുടെ സംരക്ഷണമാണ്. ബുദ്ധി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ ലഹരിയുടെ ഉപയോഗത്തെ ഇല്ലാതെയാക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിയുടെ സംരക്ഷണം ഉണ്ടാവും. ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കാൻ പ്രത്യേകിച്ച് വ്യക്തിപരമായും ഇല്ലാതാക്കണം, കുടുംബപരമായും ഇല്ലാതെയാക്കണം, സാമൂഹികമായും ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കണം. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും ലഹരിയുടെ ഉപയോഗം ഇല്ലാതാവണമെങ്കിൽ മാതാപിതാക്കൾ നല്ലോണം സൂക്ഷിക്കണം. എന്താ സൂക്ഷിക്കേണ്ടത്? അടയാളങ്ങൾ ഉണ്ടാകും ലഹരിക്ക്. മക്കളിൽ ബന്ധപ്പെട്ടവരിൽ ലഹരിയുടെ അടയാളങ്ങൾ കാണാനുണ്ടോ എന്ന് നോക്കണം. ലഹരി ഉപയോഗിച്ചാൽ അടയാളം ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം, നമ്മളെ മക്കള്, അഞ്ചന്മാര്, വേണ്ടപ്പെട്ടവര് ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും ഉണ്ടായിരിക്കും എന്നതാണ്. ഇമ്മാനെയും പെങ്ങന്മാരെയും കണ്ണിന്റെ നേരെ കണ്ടൂടാ, എന്നാൽ എളാമാന്റെ മകളെ കെട്ടിച്ചോടത്തേക്ക് ഇടക്കിടക്ക് പോകും. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യവും അടുത്ത കുടുംബത്തോട് അമിതമായ ദേഷ്യവും കാണിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്.
അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. എന്നതുപോലെ മറ്റൊരു അടയാളമാണ് ഈ പാൻസ് അല്ലെങ്കിൽ ട്രൗസറൊക്കെ തിരുമ്പാൻ വേണ്ടി കഴിച്ചിരുന്ന സമയത്ത് പോക്കറ്റ് വാസനിച്ചു നോക്കിയാൽ ചന്ദനത്തിരി പോലെയുള്ളതിൻ്റെ വാസന വരുന്നുണ്ടെങ്കിൽ അത് ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. 20 രൂപ, 30 രൂപ, 50 രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ വരെന്ന് ഇടക്കിടക്ക് കാണാതാകുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. രാവിലെ റൂം അടിച്ചു വാരുന്ന സമയത്ത് പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം റൂമിൽ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈല്, ലാപ്ടോപ്പ്, സൈക്കിൾ പോലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. ഇനി ഒരുപാട് അടയാളങ്ങൾ ഇങ്ങനെയുണ്ട്. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക, കണ്ണിന്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം കാണുക, ഇങ്ങനെയുള്ള അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ്. എല്ലാ പഞ്ചായത്തിലും ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. നമ്മളെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെന്റർ എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടെ കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് മാറ്റുക എന്നതിനെയാണ് ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അസുഖം മടങ്ങി വരുന്ന അസുഖമാണ്. ചില കാര്യങ്ങൾ അങ്ങനെ, ഇത് ശൈത്താനിയാണ്. പരിശുദ്ധ ഖുർആൻ നസ്സായി പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ലഹരി ഉപയോഗം എന്നത് ശൈത്താനിയായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇത് മടങ്ങി വരുന്ന അസുഖമാണ്. മാറും, പക്ഷെ മടങ്ങി വരും. മടങ്ങി വരാതിരിക്കണമെങ്കിൽ ഒന്ന്, എവിടുന്നാണോ ഈ അടങ്ങേറ് പിടികൂടിയത് ആ സ്ഥലത്തേക്ക് പറഞ്ഞയക്കാതിരിക്കണം. രണ്ടാമത്തേത്, അമിതമായ പണം കുട്ടികളുടെ കയ്യിൽ വരുന്നതിനെ നിയന്ത്രിക്കണം. മൂന്നാമത്തെ കാര്യം, എൻഗേജ് ആയിരിക്കണം ഫുൾ ടൈം. ഒഴിവ് സമയം ഉണ്ടാവാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ മടങ്ങി വരാതിരിക്കുകയുള്ളൂ. അതും കൂടി അതിൻ്റെ കൂടെ ചെയ്തിട്ട് ലഹരിയുടെ ഉപയോഗത്തെ തൊട്ട് നാടിനെയും നാട്ടുകാരെയും കുടുംബത്തെയും വ്യക്തിപരമായും സാമൂഹികമായും സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ബുദ്ധിയുടെ വികാസമുണ്ടാകും. ബുദ്ധിയെ തളർത്തുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രായം കൂടുതലുണ്ടാവുമ്പോൾ ബുദ്ധിശക്തി കുറഞ്ഞു വരും. മറ്റൊന്ന്, ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ്. പ്രായം കൂടുന്നതിന് പിന്നെ വൈദ്യൊന്നുമില്ലല്ലോ. ലഹരിയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കാൻ ധാരാളം വഴികളുണ്ട്. അതുകൊണ്ട് ആ വഴിയെ എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് എന്നതാണ് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ എൻ്റെ ഇടയിൽ പറഞ്ഞുപോയ ഒരു കാര്യമാണ് സ്വഭാവത്തെക്കുറിച്ച്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ഒരു മഹലിന്റെ ഏറ്റവും വലിയ പുരോഗതിയാവും. ഒരു മഹലിന്റെ ആൾക്കാർ പുരോഗതി ഉള്ളവരാണ് എന്ന് പറയുക അവരുടെ സ്വഭാവത്തിന് പുരോഗതി ഉണ്ടാവുമ്പോഴാണ്. സ്വഭാവത്തെ എങ്ങനെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ ഉത്തരം, ദേഷ്യം വരാത്ത സ്വഭാവം ഒരാൾക്കുണ്ടായാൽ അതിനെയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്.